ഷഫീദ്, ഇപ്പോൾ ഈ ഒരു കേസിൽ പോലീസിന് ഏറെക്കുറെ ഒരു ധാരണയുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ തെളിവുകളുടെ അഭാവം ഈ സെബാസ്റ്റ്യൻ ഒട്ടും സഹകരിക്കാത്തത്, ഇത്ര 60 വയസ്സിന് മേൽ പ്രായമുള്ള ഒരാളാണ്, അയാൾ പ്രതികരിക്കുന്നില്ല, അത് വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ തെളിവുകൾ എല്ലാം ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഇയാൾക്ക് ഈ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച് അവരുടെ സ്വത്തുക്കൾ അത് തട്ടിയെടുക്കുന്ന ഒരു ശീലം കൂടെ ഉണ്ടെന്ന സൂചനകളും ഉണ്ടല്ലോ. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയും വെല്ലുവിളിയും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ട് അതാണ്. അതായത് നിലവിൽ ഇപ്പോൾ ഈ കഥ അതല്ലെങ്കിൽ ചില മൊഴികൾ, ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ തിരോധാനത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് പറ്റിയതെന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിനൊരു ധാരണയുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ 2006 മുതൽ 2024 വരെയുള്ള കാലയളവിൽ സംഭവിച്ച പല സംഭവങ്ങളാണ്. അതിൽ പ്രത്യേകിച്ചും ഇതിൽ കണക്ഷനുള്ള 3 സംഭവങ്ങൾ ബിന്ദു പത്മനാഭൻ, ഐഷ, അതേപോലെ തന്നെ ജൈനമ്മ എന്നിവരാണ്. അതിൽ ഈ ജൈനമ്മയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വൈറ്റൽ എവിഡൻസ് കളക്ഷൻ ആയിരുന്നു അന്വേഷണ സംഘം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതുപോലും കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇനി ഇക്കാര്യത്തിൽ നിർണായകമാവുക സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും ശേഖരിച്ച അസ്ഥികഷ്ണങ്ങളും അതേപോലെ തന്നെ ആ വാച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അത് മാത്രമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇതിൽ അവർ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കാര്യം. അതേസമയം മറ്റ് 2 തിരോധാന കേസുകളിൽ, അതൊന്ന് ചേർത്തല പോലീസും മറ്റൊന്ന് ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചുമാണ് അന്വേഷിക്കുന്നത്. ആ 2 കേസുകളിൽ ഇതുവരെയും ഒരു ലീഡ് പോലും അന്വേഷണ സംഘത്തിന് ഉണ്ടായിട്ടുമില്ല. സ്വാഭാവികമായും അതിൽ ലീഡ് ഉണ്ടാക്കണം എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്ന കാര്യം. ഏതായാലും ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനെ കൊണ്ട് ഇതുവരെ ഈ തിരോധാന കേസുകളിൽ അന്വേഷണ സംഘത്തിനൊരു മൂവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്ത്യന. ഓക്കെ, അശ്വിൻ ബാലാഴി, ഷഫീദ് റാവുത്തർ, ടോബിയാണ് വിവരങ്ങൾ നൽകിയത്. ജയശ്രീ ദിനേശ് പറയാണ്, നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പം പറയുന്ന പോലെ സെബാസ്റ്റ്യൻ പറയും. ചിലർക്ക് ഇപ്പോഴും അത് അനിവാര്യമാണെന്ന് പറയാണ്. അതിലൊരു പ്രശ്നം പുള്ളിയുടെ പ്രായം മാത്രമല്ല, പുള്ളി ഹൈലി ഡയബറ്റിക് ആണ്. ഡയബറ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആകെ മിണ്ടുന്നത് രാവിലെ ചായ വേണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം, ഉച്ചയ്ക്ക് ചോറ് വേണം, വൈകിട്ട് ചായയും പലഹാരം വേണം, രാത്രി ഭക്ഷണം വേണം. അത് മാത്രമേ വാ തുറന്ന് മിണ്ടുന്നുള്ളൂ. മാത്രമല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ നുണ പറയുന്നില്ല. അപ്പൊ ഇതിനെപ്പറ്റി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ചിരിയാണ്. അവിടെ തെളിവെടുപ്പ് കൊണ്ടുപോയപ്പോഴത്തേക്ക് പുള്ളിക്ക് പുച്ഛമായിരുന്നാണ് പറയുന്നത്. പുള്ളി ഹൈലി കോൺഫിഡന്റ് ആണ്. മാത്രമല്ല ഒരു ഡയബറ്റിക് രോഗിക്ക് കിട്ടേണ്ട പുള്ളിക്കറിയാം പുള്ളിയുടെ ദേഹത്ത് പോലീസ് കൈവെക്കില്ല എന്ന് പോലീസ് 100% അറിയാം. ഈ പറഞ്ഞ അവകാശങ്ങളെ പറ്റി നല്ല ബോധവാന്മാരാണ്. അത് മാത്രമല്ല ക്രിസ്റ്റീന, നമ്മുടെ ഇടയ്ക്ക് ചർച്ചയിൽ വരുമ്പോൾ അവിടുത്തെ ആക്ഷൻ കൗൺസിൽ രൂപേഷ് പറയുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസിൽ പോലീസ് പുള്ളി കൂട്ടുനിന്നുവെന്നും കേസ് അട്ടിമറിക്കാൻ പോലീസുകാർ കൂട്ടുനിന്നുവെന്നും ഡീലുകൾ അടക്കം ഉണ്ടായിരുന്നുവെന്നും ആക്ഷൻ കൗൺസിൽ ആരോപണം. അപ്പോൾ എന്തുകൊണ്ടാൽ അത്രയും സമയം അദ്ദേഹത്തിന് കിട്ടി. വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാനും ഒക്കെ ഉള്ള നല്ല കഴിവുള്ള ആളാണ്. കഥകൾ ആലോചിക്കാനും മറുവാദങ്ങൾ നിരത്താനും അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. സെബാസ്റ്റ്യൻ ചെറിയ പുള്ളിയല്ല.